വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ കോളേജുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഈ നീറ്റിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രീ നീറ്റൊക്കെ നടന്നു വന്നിരിക്കുന്ന സമയമാണ്. നമ്മളെല്ലാവരും തന്നെ ഒരു ചെറിയ ടെൻഷനിലായിരിക്കും. അല്ലെ, മാർക്കൊക്കെ നമുക്കറിയാം, പക്ഷേ എന്ത് റാങ്കിലേക്ക് വരും എന്നുള്ളത് നീറ്റ് റിസൾട്ട് വന്നാൽ തന്നെ അറിയാം. കാരണം നമ്മുടെ മാർക്കിലുള്ള അതേ മാർക്കിന് 100 പിള്ളേരുണ്ടോ, 500 ആണോ, 1000 ആണോ, 25,000 ആണോ, 1,00,000 പേരുണ്ടോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ വരുന്ന ആ ഒരു ഓൾ ഇന്ത്യ റാങ്ക് നമുക്ക് അറിയുന്ന മൊമെൻറ്റിൽ, അതിൻ്റെ പെർസെൻറ്റേജൊക്കെ അറിയുന്ന സമയത്താണ് നമ്മൾക്ക് ഇനി എന്തെല്ലാം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നറിയാം. അപ്പോൾ റിസൾട്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ആ റാങ്കുകളുമായിട്ടൊക്കെ ഒന്ന് നോക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പേര് തെറ്റുന്നൊരു സംഭവം മാർക്ക് വെച്ച് കമ്പാരിസൺ ചെയ്യുന്നതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് പോലെ ആയിരിക്കില്ല ഈ വർഷത്തെ, അതിൻ്റെ മുൻപത്തെ വർഷത്തെ പോലെ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. പക്ഷേ റാങ്കുകൾ കുറച്ചും കൂടെ നമുക്ക് ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ റാങ്ക് വെച്ച് കേരളത്തിലെ അവസരങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളെ അവസരങ്ങൾ, MCC ഓൾ ഇന്ത്യ കോട്ട അവസരങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ധാരണ ഉണ്ടാക്കി എന്തെല്ലാം അവസരങ്ങളുണ്ട്, നമ്മുടെ മാർക്കിന് MBBS കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, എങ്ങനെയാണ്, ഏത് റേഞ്ചിലാണ് വരുന്നത്, ഫീസ് സ്ട്രക്ചറിലാണ് വരുന്നത്, എവിടങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും അറിയാനായിട്ട് കോളേജ് ഒരു സൗജന്യമായിട്ട് സെമിനാർ നടത്താറുണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴേ നിങ്ങൾക്ക് അതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം, നിങ്ങളുടെ ആ ഡൗട്ടുകൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സാധ്യതകളെ പറ്റി അറിയുക, എല്ലാ അവസരങ്ങളെ പറ്റി അറിയുക, നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അവസരങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ള അറിയുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഒരു കോളേജ് ആൻഡ് കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് ആൻഡ് കോളേജ് പ്രിഫറൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒന്നിലധികം കോഴ്സുകൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും റിസൾട്ട് വരണം വൈകണം എന്നൊന്നുമില്ല. ഇത് കേൾക്കുന്ന സമയം മുതൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കുക. ഏതെല്ലാം കോഴ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതെല്ലാം കിട്ടിയാൽ പോകും, ഇനി ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ ഇന്നതിന് പോകും, അല്ലെങ്കിൽ പ്രൈവറ്റിലാണെങ്കിൽ ഇതിന് മാത്രമേ പോകൂ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒരു പ്രോപ്പറായിട്ടുള്ള കോഴ്സിൻ്റെ ഒരു പ്രയോറിറ്റി, അത് കോഴ്സും കോളേജും മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്കാവാം. ഓക്കെ, MBBS ഗവൺമെൻറ്, അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് BDS, അതല്ല നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, അല്ലെങ്കിൽ MBBS ആണെങ്കിൽ ഗവൺമെൻറ് MBBS, ദെൻ സെൽഫ് MBBS, അതല്ല അത് കഴിഞ്ഞിട്ടാണ് മറ്റ് BDS ഗവൺമെൻറ് സെൽഫൊക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നിങ്ങൾ കണക്കാക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോയ്സ് കൊടുക്കുന്ന സമയത്തൊക്കെ അതൊരു പ്രയാസമായിട്ട് വരും. അതല്ല നിങ്ങൾ MBBS മാത്രമാണ് നോക്കുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് മാത്രം. ഈവൻ കേരളത്തിൽ നമുക്ക് MBBS കിട്ടുന്നുള്ള കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിയും ഒരു 100-125 മാർക്ക് കുറഞ്ഞാൽ പോലും കുറച്ച് ഫീസ് വ്യത്യാസത്തിൽ ഏതാണ്ട് 70 to 80 lakhs പോലും MBBS കിട്ടാനുള്ള ഓപ്ഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലത്ത് തന്നെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും മികച്ച സ്ഥാപനങ്ങളുടെ അതേ എക്സ്പോഷർ കിട്ടുന്ന ഫീസ് മാത്രം അല്പം വ്യത്യാസം. അതുപോലെ തന്നെ മാർക്കിൽ നമുക്കൊരു 100-125 മാർക്ക് കുറഞ്ഞാൽ പോലും കിട്ടുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈനാൻഷ്യൽ പ്ലാനിങ്. കാരണം ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം ഈ ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ 2 തരത്തിലാണ് നിങ്ങളതിനകത്ത് ഞാൻ പ്ലാൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസ് സ്ട്രക്ചർ എന്താണ്, എങ്ങനെയാണ്, ഏത് വരെ പോകും, അതിനുള്ള വഴികൾ എന്താണ്. ഇനി ഞാൻ പറയട്ടെ, മെഡിസിനൊക്കെ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ഒരു അവസാനമാകുമ്പോഴത്തേക്കും വളരെ ടെംപ്റ്റിംഗായി മാറുന്നു. ഒരുപാട് നമ്മൾ പ്രഷറിലായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം അവസാനത്തിൽ എത്തുമ്പോൾ നമുക്ക് പക്ഷേ സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോകുമ്പം കുറച്ചൊരു ഉയർന്ന ഫീസിലേക്കൊക്കെ പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് പാരൻസിന് എനിക്കറിയാം. പലരും നമ്മളോട് പറയാറുണ്ട്, സാർ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ആദ്യമേ പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ അതിനും കൂടി പ്രിപ്പയർ ചെയ്തേനെ. കാരണം കിട്ടാത്തൊരു സാഹചര്യത്തിൽ MBBSനൊക്കെ നമുക്കറിയാം ഇപ്പം വളരെ കുറച്ച് ടൈറ്റാണ് കിട്ടാനായിട്ട്, കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരത്തിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുമ്പോഴേ ഇതിനൊക്കെ തയ്യാറെടുപ്പ്, അല്ലേ, നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല ലക്ഷങ്ങൾ വ്യത്യാസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു മാക്സിമം എക്സ്പാൻഡഡ് ആയിട്ടുള്ള, മാക്സിമം സ്ട്രെച്ചഡ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ്, എന്തെങ്കിലും ഒരു വഴി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നിട്ടില്ലെങ്കിൽ മാക്സിമം അതുവരെ പോകാൻ പറ്റും എന്ന് പറയുന്ന ഒരു മാക്സിമം സ്ട്രെച്ചഡ് ബഡ്ജറ്റും കൂടി മനസ്സിൽ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ,
ഈ മാക്സിമം സ്ട്രെച്ച്ഡ് ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള രീതികളുള്ള രജിസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള അതിനകത്ത് രജിസ്ട്രേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനകത്തേക്ക് എവിടങ്ങളിലൊക്കെ നോക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ അഫോർഡബിൾ ഫീ സ്ട്രക്ചറിൻ്റെ അതിനകത്ത് നോക്കണം. മാക്സിമം ഇതാണ് നിങ്ങൾക്ക് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ബഡ്ജറ്റിലേക്ക് പോകേണ്ടുന്നതും നമ്മൾ അപ്ലൈ ചെയ്യണം. നാലാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ ഡോക്യുമെൻറ്റുകൾ വേണം. നേരത്തെ നിങ്ങൾ ക്ലെയിം ചെയ്ത ഡോക്യുമെൻറ്റുകൾ വാലിഡിറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതാക്കണം. രജിസ്ട്രേഷൻസ് നീറ്റ് റിസൾട്ടിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും ഓപ്പൺ ആവും. ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ ഇത്തരത്തിൽ അത് വാച്ച് ചെയ്തുകൊണ്ട് അതെല്ലാം പ്രിപ്പറേഷൻ ചെയ്യണം. അപ്ലിക്കേഷൻസ് മറ്റു കാര്യങ്ങൾ തയ്യാറാക്കണം. അതൊക്കെ ഈ സമയങ്ങളിൽ പ്രോപ്പറായിട്ട് ചെയ്യണം. നേരത്തെ കൂട്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് ഇടുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം, അത് പൊതുവായിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം MBBS അല്ലെങ്കിൽ മെഡിക്കൽ മേഖല പല കാര്യങ്ങൾ കൊണ്ടും പല രീതിയിൽ ഒന്നുമില്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച മാർക്കുള്ളവർക്ക് മാത്രമാണ് ആ മേഖലയിലേക്ക് പണം കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയ്ക്കൊക്കെ മാറാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ വളരെ ഉയർന്ന ഫീ സ്ട്രക്ചറിന് പറ്റുമെങ്കിൽ മാത്രമേയാണ് NRI ഓപ്ഷൻസോ അല്ലെങ്കിൽ അതർ കോട്ട ഓപ്ഷൻസോ അല്ലെങ്കിൽ ഹയസ്റ്റ് ഫീസുകളിലൊക്കെ കയറാൻ പറ്റുക. അപ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ കരിയർ പ്ലാനിങ്ങിലും വളരെ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യമുണ്ട്. മെൻ്റലി പിള്ളേർക്കൊക്കെ ഒരു പ്രഷർ, ഒരു സമ്മർദ്ദം വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു കരിയർ ഗൈഡൻസ് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം മെഡിക്കൽ മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉള്ളത്. ഇനി നിങ്ങൾ കൃത്യമായിട്ടൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ അസസ് ചെയ്ത് നിങ്ങൾക്ക് മെഡിക്കൽ മേഖല തന്നെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കിട്ടാനുള്ള ഓപ്ഷൻസുകൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക. അത് നിങ്ങളുടെ കരിയറിലേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു എക്സ്പെർട്ട് ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കോളേജ് ഗുരുവിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് കോൺടാക്ട് ചെയ്യാം. കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കോളേജ് ഗുരുവിന് ഈ മേഖലയിലുണ്ട്. മെഡിക്കൽ അഡ്മിഷൻ സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഗൈഡ് ചെയ്തിട്ടും അവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചൊരു സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് ഏതാണ്ട് മേഖലകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതാണ്ട് എവിടങ്ങളിലാണ് നിങ്ങളുടെ മെഡിക്കൽ സാധ്യതകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിസൾട്ടിന് ശേഷം അത് നമുക്ക് ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 90-95% അക്യുറസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റി കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരുമാനങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിന് മുമ്പും പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്ന് ഓർമ്മിക്കുന്നു. ഇതുപോലെ അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ബെസ്റ്റ് വിഷസ്.